കുട്ടികളിലെ മൊബൈൽ അഡിക്ഷൻ വളരെയധികം വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ മാനസികമായി വളരെയധികം സംഘർഷത്തിലുമാണ്. ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ കൂടാതെ അക്കാദമിക് പെർഫോമൻസിലും കുട്ടികൾ താഴേക്കാണ് ഈ മൊബൈൽ അഡിക്ഷൻ മൂലം പോകുന്നത്. മാതാപിതാക്കൾ തൻ്റെ കുട്ടികളുടെ മൊബൈൽ നിയന്ത്രണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കുട്ടികൾ ദേഷ്യപ്പെടുകയും വാശി പിടിക്കുകയും വാതിലടച്ച് മുറിയിൽ കയറി ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് പല മാതാപിതാക്കളും പരാതി പറയാറുണ്ട്. അവരതിൽ വളരെയധികം ദുഃഖത്തിലുമാണ്. കഴിഞ്ഞ ദിവസം ഒരു പിതാവ് തൻ്റെ കുട്ടിയുമായി എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനെത്തി. അവരുടെ ഏറ്റവും വലിയ ആവശ്യം മോനെ മൊബൈൽ അഡിക്ഷനിൽ നിന്നും ഒന്ന് രക്ഷിച്ചെടുക്കണം എന്നുള്ളത് മാത്രമായിരുന്നു. ഇത് പറയുമ്പോൾ ആ പിതാവിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കാരണം തിരക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് സങ്കടപ്പെടുത്തുന്ന ഒരു കഥ തന്നെയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ പരീക്ഷയായിട്ടും പഠിക്കാതിരുന്നപ്പോൾ പരീക്ഷയുടെ ടൈം ടേബിൾ ലഭിച്ചിട്ടും പഠിക്കാതിരിക്കുന്നതിന് വഴക്ക് പറഞ്ഞു. എന്നിട്ട് ചെന്ന് മൊബൈൽ പിടിച്ചു വാങ്ങി അടുക്കളയിലേക്ക് പോയി. പുറകെ പാഞ്ഞു ചെന്ന മകൻ അമ്മയെ ആക്രമിച്ചു. അമ്മ താഴെ വീഴുകയും ചെയ്തു. ഉടൻ തന്നെ അമ്മയുടെ കയ്യിൽ നിന്നും മൊബൈൽ എടുത്ത് അവൻ റൂമിൽ പോയിരുന്ന് കളിക്കുവാനും തുടങ്ങി. പഠനത്തെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ ഒന്നും അവൻ ചിന്തിച്ചതേയില്ല. പിന്നീട് കുറച്ച് മണിക്കൂറുകൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അവന് വിശപ്പും ദാഹവും ഉണ്ടായി. എനിക്ക് വിശക്കുന്നു, ഭക്ഷണം തരുമെന്ന് പറഞ്ഞിട്ട് അമ്മേനെ വിളിച്ചു. പക്ഷേ അമ്മ വിളി കേട്ടില്ല. അങ്ങനെ അവൻ അന്വേഷിച്ച് ചെന്നപ്പോൾ അമ്മ ചോരയിൽ കുളിച്ച് കിടക്കുകയാണ്. അവൻ മൊബൈലിന് വേണ്ടി അമ്മയെ തള്ളിയിട്ടപ്പോൾ അമ്മയുടെ തല പൊട്ടി ചോര വാർന്നു പോയതൊന്നും ഈ മകൻ അറിഞ്ഞതേയില്ല. അവന് മൊബൈൽ കളിക്കണമെന്നുള്ള ഒബ്സഷൻ അല്ലാതെ മറ്റൊന്നും ആ സമയം ഉണ്ടായിരുന്നില്ല. അത്രമാത്രം അഡിക്റ്റഡാണ് പല കുട്ടികളും. അങ്ങനെ ചോരയിൽ കുളിച്ച് കിടന്ന അമ്മയെ ബന്ധുക്കളെ അറിയിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്ത് സംഭവിച്ചതാണെന്ന്. തനിക്ക് ഫിറ്റ്സ് ഉണ്ടാകാറുണ്ട്, പ്രഷറിൻ്റെ പ്രശ്നമുണ്ട്, ഷുഗറിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാൻ തലകറങ്ങി വീണതാണ്, അപ്പോൾ സംഭവിച്ചതാണെന്ന് വളരെ ഫീബിളായ സൗണ്ടിൽ ആ അമ്മ മറുപടി നൽകി. അപ്പോഴും അമ്മ മകനെ സംരക്ഷിക്കാനാണ് നോക്കിയത്. ഒന്ന് ഓർത്തു നോക്കൂ, എത്രമാത്രം തൻ്റെ മക്കളിൽ നിന്നും ഒരു അമ്മ ആക്രമിക്കപ്പെട്ടാലും മക്കളെ രക്ഷിക്കാനാണ് അമ്മമാർ സാധാരണ ശ്രമിക്കാറുള്ളത്. അത് അമ്മ മനസ്സാണ്. പക്ഷേ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ആ അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. അത് ആ കുട്ടിയെ വല്ലാതെ നൊമ്പരപ്പെടുത്തി. മറ്റുള്ളവരുടെ കുത്തുവാക്കുകളും ശകാരങ്ങളും കൂടിയായപ്പോൾ ആ സങ്കടം ഡിപ്രഷനിലേക്ക് മാറുകയും ചെയ്തു. തൻ്റെ ഭാവിക്ക് വേണ്ടിയാണ് അമ്മ തന്നെ വഴക്ക് പറഞ്ഞതും മൊബൈൽ എടുത്ത് മാറ്റിയതും എന്നുള്ള തിരിച്ചറിവുണ്ടായി. തനിക്ക് നഷ്ടപ്പെട്ടത് ഏറ്റവും വിലപ്പെട്ട ആളെയാണെന്നുള്ള തിരിച്ചറിവിനാൽ അവൻ തന്നെ പിതാവിനോട് പറഞ്ഞു, എനിക്ക് ഇതിൽ നിന്നും രക്ഷ നേടാൻ സ്വയം പറ്റുന്നില്ല, എനിക്കൊരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ടെന്ന്. അങ്ങനെയാണ് ആ കുട്ടിയുമായി ആ പിതാവ് എൻ്റെ അടുത്തെത്തിയത്. പലവട്ടമുള്ള കൗൺസിലിങ്ങിൽ അവന് മാറ്റങ്ങൾ സംഭവിച്ചു. ഏതൊരു ലഹരിയുടെ അടിമത്തത്തിൽ നിന്നാണെങ്കിലും തനിക്ക് രക്ഷപ്പെടണമെന്നും തനിക്കിത് മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നും തൻ്റെ ഭാവിയെ ഇത് സാരമായി ബാധിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് തന്നെയാണ് അയാൾക്ക് അതിൽ നിന്നും രക്ഷ നേടാനുള്ള ഏക പോംവഴി. ഒരു സോഷ്യലൈസേഷനും ഇല്ലാതെ ഒരു മുറിയിലേക്ക് ഒതുങ്ങി ഒരു മൊബൈലുമായിട്ട് മാത്രം ഒതുങ്ങിക്കൂടുന്ന അവസ്ഥയിലേക്കും പല കുട്ടികളും മാറുന്നുണ്ട്. അത് അവരുടെ സാമൂഹിക ജീവിതത്തെയും സാരമായി ബാധിക്കും. ഈ മൊബൈൽ അഡിക്ഷൻ കൊണ്ട് തന്നെ വ്യക്തിബന്ധങ്ങളിൽ അകൽച്ച സംഭവിക്കുകയും ചെയ്യും. കുടുംബാംഗങ്ങളുമൊത്ത് സംസാരിക്കാൻ പോലും പലപ്പോഴും സമയം കണ്ടെത്താറും ഇല്ല. മൊബൈൽ ഉപയോഗത്തിൽ കൃത്യമായ സമയം പാലിക്കണം. അത്യാവശ്യ സമയങ്ങളിൽ മാത്രം മൊബൈൽ ഉപയോഗിക്കുക. പഠിക്കുന്ന സമയത്തും ഉറങ്ങുന്ന സമയത്തും മൊബൈൽ മാറ്റിവെക്കുകയും സൈലൻറ്റ് മോഡിലേക്ക് ആക്കി വയ്ക്കുകയും ചെയ്യണം. ആവശ്യമില്ലാത്ത ആപ്പുകളെല്ലാം ഒഴിവാക്കുക തന്നെ ചെയ്യണം. നോട്ടിഫിക്കേഷൻസ് സൈലൻറ്റ് മോഡിലേക്ക് ആക്കുക, പഠിക്കാനിരിക്കുമ്പോൾ പ്രത്യേകിച്ച്. പലപ്പോഴും മാതാപിതാക്കളുടെ ശകാരങ്ങൾ കുട്ടികൾക്ക് അലോസരമായി തോന്നും, അസ്വസ്ഥത ഉണ്ടാക്കും. ഇതൊക്കെ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുന്ന ഇടത്ത് നിങ്ങളോടൊപ്പം വിജയം എന്നും ഉണ്ടാകും. എല്ലാ കുട്ടികളും മൊബൈൽ അഡിക്ഷനിൽ നിന്നും രക്ഷ നേടട്ടെ. അവരുടെ ഭാവി ജീവിതം സുരക്ഷിതമാകട്ടെ. നന്ദി, നമസ്കാരം.